ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. ഞാൻ വർക്കിന് പോയില്ലായിരുന്നു, അതുകൊണ്ട് അപ്പോൾ ഞാൻ ഓർത്തെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലച്ചപ്പൻ മസാല ദോശ വേണമെന്ന് പറഞ്ഞ കാരണം വേഗം മസാല ദോശയൊക്കെ ഉണ്ടാക്കി ചൂടോടെ ഉണ്ടാക്കി കാസറോൾ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പോയി ആളെ കുളിപ്പിച്ച് സെറ്റൊക്കെ ആയിക്കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരാഗ്രഹം, ആളെ കണ്ണും പിരികൊക്കെ എഴുതി സുന്ദരി കുട്ടപ്പയായിട്ട് കാണാനായിട്ട്. കുഞ്ഞിലെപ്പോഴും ഞാനിങ്ങനെ എഴുതിച്ച് സുന്ദരി കുട്ടപ്പയായിട്ട് നടത്തുകയുള്ളായിരുന്നു. അപ്പോൾ എനിക്കൊരാഗ്രഹം ആളോട് പറഞ്ഞപ്പോൾ ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. കണ്ണെഴുതിക്കും, പക്ഷെ പിരിക എഴുതാൻ സമ്മതിക്കില്ല. അത് കുഞ്ഞു പിള്ളേരാണെന്നൊക്കെയാണ് ആളുടെ ഒരു ഇത്. അങ്ങനെ ഞാൻ എഴുതി നല്ല സുന്ദരി കുട്ടപ്പിയായിട്ട് റായൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ ആൾക്ക് ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ പോയി മസാല ദോശ ആയതുകൊണ്ടിട്ട് ആൾ കഴിച്ചു മൊത്തം. ഞാനും ആളുടെ കൂടെ ഇരുന്ന് കഴിച്ചു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വിളിച്ച് അവളോടൊക്കെ സംസാരിച്ചപ്പോഴാണ് എൻ്റെ തലയിൽ താനുണ്ട് ഗൈസ്. അപ്പോൾ അത് മാറാനായിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവളാണ് പറഞ്ഞത്, എണ്ണ ചൂടാക്കി തലയിൽ ഒരു 1 വീക്ക് കണ്ടിന്യൂസ്ലി തേച്ചിട്ട് ഒരു 15 മിനിറ്റൊക്കെ വെച്ചിട്ട് കഴുകി കളയുകയാണെന്നുണ്ടെങ്കിൽ കുറയും, നല്ല രീതിക്ക് കുറയും എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ എണ്ണയൊക്കെ തേച്ച് മുടിയൊക്കെ കെട്ടി വെച്ചു. പിന്നെ ഞാൻ മുഖത്തും കൂടെ കുറച്ച് എണ്ണ തേക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുഖത്തൊക്കെ എണ്ണയൊക്കെ തേച്ച് വീട്ടിൽ നിൽക്കുമല്ലേ, എണ്ണയൊക്കെ തേച്ചു. അപ്പോഴാണ് ചേട്ടൻ ചാള കൊണ്ടുവന്നത്. അപ്പോൾ അത് വാങ്ങിച്ചു. തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തേങ്ങ അരച്ചു നമ്മുടെ ചട്ടിയിലോട്ടൊക്കെ ആക്കി അടുപ്പത്തേക്ക് വെക്കുവാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും നന്നാക്കിയിട്ട് അതും ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പില ഇല്ലാണ്ട് ഒരു കളിയില്ല ഗൈസ്. എൻ്റെ കറികൾക്ക് എല്ലാത്തിനും നല്ല കറിവേപ്പിലുണ്ട്. എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ കറിവേപ്പില ഉള്ളത് കൊണ്ടിട്ടാണ് കറിക്ക് അത്രയും ടേസ്റ്റ് കിട്ടുന്നതെന്നാണ്. അപ്പോൾ അതില്ലാന്ന് കാരണം ഞാൻ അപ്പുറത്തെ വീട്ടിൽ ഉഷാമ്മയുടെ വീട്ടിൽ പോയി. അവിടെ കറിവേപ്പിലിൻ്റെ മരമുണ്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് കറിവേപ്പിലയൊക്കെ മേടിച്ചിട്ട് വന്നു. അങ്ങനെ ചാറൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുത്തു. മീനും ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറ്റി കറി കുറേ കഴിഞ്ഞപ്പോൾ കറിയൊക്കെ പറ്റി കണ്ട. എന്നിട്ട് ഇങ്ങനെ അതിലേക്ക് കറിവേപ്പില കൊടുത്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് കറിവേപ്പില. എന്താണെന്നറിയില്ല, കറിവേപ്പില ഉണ്ടെങ്കിൽ കറിക്ക് ഒരു ടേസ്റ്റ് ഉള്ളതെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഒരു പഴുത്ത മാങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെത്തിക്കൊണ്ടേ ഞാൻ അവർക്ക് കൊടുത്തു. പിന്നെ ഗ്യാസിൻ്റെ ഷോർട്ട് അറിയാമല്ലോ, അതുകൊണ്ടിട്ട് നമ്മളിപ്പോൾ പുറത്താണ് ഒരു തട്ടിക്കൂട്ട് അടപ്പൊക്കെ ഉണ്ടാക്കി പുറത്താണ് കഞ്ഞിയൊക്കെ വെക്കാറ്. അങ്ങനെ കഞ്ഞിയൊക്കെ വെച്ചു. പിന്നെ അവിടുത്തെ എല്ലായിടും ഒന്ന് അടിച്ച് തൂത്ത് തുടച്ചൊക്കെ ഇടാം. വീട്ടിൽ നിൽക്കുമ്പോൾ ഇതിനൊക്കെ ഒരു ഇൻട്രസ്റ്റ്. അങ്ങനെ അടിച്ച് തൂത്തൊക്കെ ഇട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കുളിച്ചു. പിന്നെ ചായയൊക്കെ കുടിച്ചു. പിന്നെ ഈവനിങ് നമ്മൾ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.